അപ്പോൾ നമ്മൾ മലയ്ക്ക് പോയ വീഡിയോ ഇടാൻ പോകട്ടോ. മലയ്ക്ക് പോയ മാലയിട്ട വച്ചൻകോവിലാണ്. ഈ കെട്ട് നിറയ്ക്കുന്നതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിന്റെ മുൻവശത്തായിട്ട് നെയ്യഭിഷേകത്തിനുള്ള തേങ്ങ വെക്കാറുണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ കാൽനടയായി താണ്ടി പോകുന്നവർക്ക് ആഹാര സാധനങ്ങളായിട്ടുള്ള അരി, മലറാവൽ, ശർക്കര, നാളികേരം എന്നിവ കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. ശരീരവും മനസ്സ് ശുദ്ധീകരണം കെട്ടുനിറയ്ക്കുന്നത് ഒരു ഭക്തൻ പൂർണ്ണമായി ആത്മീയത തയ്യാറെടുത്തെന്ന് സൂചിപ്പിക്കുന്നു. 18 പടി കയറാനുള്ള ഒരു ഇരുമുടിക്കെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ 18 പടി കയറാനുള്ള അനുവാദീതം ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊല്ലം പരവൂർ നമ്മുടെ പൊഴിക്കര പമ്പയ്ക്ക് നേരിട്ട് വണ്ടിയുണ്ട്. അപ്പോൾ ആ ഒരു ബസ് എനിക്ക് കോട്ടുംകുളത്തൊന്നും കിട്ടിയില്ല. അങ്ങനെ ചാത്തന്നൂരിൽ നിന്ന് കയറി അവിടുന്ന് നേരെ നിലയ്ക്കൽ പോയി. അപ്പോൾ വെർച്വൽ ക്യൂ എടുക്കുന്നത് നമ്മൾ നിലയ്ക്കൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഗവൺമെൻറ് അവിടെ ചെയ്തു വെച്ചു. ബോട്ട് ബുക്കിങ്ങിനുള്ള നിലയ്ക്കല ആ ഒരു ക്യൂ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. രാത്രി ഇപ്പം സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നമ്മൾ പരൂരിൽ നിന്നുള്ള വണ്ടി പൊഴിക്കര പമ്പ എന്ന് പറയുന്ന വണ്ടിയിലാണ് കയറിയത്. അപ്പം നിലയ്ക്കല വന്നിറങ്ങി. കാരണം നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലയ്ക്കൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും സർവീസ് എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പയിൽ നിന്ന് നേരെ, അതായത് നമ്മൾ വേറെ ജില്ലയിലേക്കോട്ട് പോകുന്നത്, അതായത് കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകുന്നൊരു നേരെ പമ്പ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി തന്നെ നിങ്ങൾ പോകണം. നമ്മൾ നിലയ്ക്ക് വന്നിട്ട് ബസ് കാത്തുനിന്ന് ഒരുപാട് നേരം കാത്തിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ പമ്പയ്ക്കുള്ള ബസ്സിലേക്കാണ് കയറിയത്. അപ്പോൾ കോട്ടുകുളത്തുള്ള ഒരു ചേട്ടൻ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ നിലയ്ക്കല ഒരു എത്തമുള്ള ഒരു കാഴ്ചയാണ് ആ ഒരു ശുഭവാൻ്റെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ് കടന്ന് നേരെ നമ്മൾ ആ വണ്ടി ബോർഡിലോട്ട് നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. അല്ലാതെ നേരെ നമ്മൾ പമ്പയിലോട്ടാണ് പോയത്. ഇപ്പോൾ പമ്പ എത്തിക്കഴിഞ്ഞു. പമ്പയിൽ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ആംബിയൻസും കാര്യങ്ങളും. നല്ല തിരക്കേറിയ സമയങ്ങളുടെ ഇടയിലാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ചെന്ന ആ ദിവസം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വരാനുള്ള സൗകര്യം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ പോയിട്ട് ഇഷ്ടംപോലെ തിരിച്ചു വരുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാന്റെ ആ ഒരു ഏരിയയിലോട്ട് കയറി കഴിയുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് മണികണ്ഠ ഭഗവാനെ പന്തള രാജാവ് ആദ്യമായി കാണപ്പെടുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പോയെങ്കിൽ ഞാൻ മേളിൽ ഗണപതി ക്ഷേത്രമാണ്. അവിടെ തേങ്ങ ഉടച്ച് നേരെ വെർച്വൽ ക്യൂ കാണിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാമിയെ ശരണമേപ്പോ. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.